രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി. മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണെന്ന് വി. മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഇന്ത്യൻ പാർലമെന്റ് ചട്ടങ്ങൾ ലംഘിച്ചായിരുന്നുവെന്നും നന്ദിപ്രമേയ ചർച്ചയിൽ രാഷ്ട്രപതിക്കുള്ള നന്ദി അറിയിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തി. മര്യാദകൾ ലംഘിച്ച കപല പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വക്താക്കളാണെന്ന രാഹുലിന്റെ പരാമർശം അപലപനീയമാണ്. ഈ പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. ഹിന്ദു സമൂഹം വെറുപ്പിന്റെയും ഹിംസയുടെയും അസത്യത്തിന്റെയും വക്താക്കളാണെന്ന ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. പരാമർശങ്ങൾ പിൻവലിച്ച് രാഹുൽ ഗാന്ധി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് വി. മുരളീധരൻ ആവശ്യപ്പെട്ടു. ഹിന്ദു സമൂഹം സഹിഷ്ണുതയുടെ സമൂഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 19 അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇത് മലയാളികൾക്ക് ആകമാനം ലജ്ജാകരമാണ്. ഈ പ്രസംഗം നടക്കുമ്പോൾ കേരളത്തിലെ എം.പിമാർ കൈയടിച്ചത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ടുകൾ ലഭിച്ചതുകൊണ്ടാണ് കേരളത്തിലെ എം.പിമാർ ജയിച്ചത്. എം.പിമാർ കൈയടിച്ചതോടെ മലയാളികൾക്ക് അപമാനമുണ്ടായി. രാഹുൽ ഗാന്ധിക്ക് മാവോവാദി പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനില്ല. നരേന്ദ്രമോദിയെ പറ്റി മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. മതത്തെ അടച്ചാക്ഷേപിക്കുന്ന പ്രസംഗം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. പാകിസ്ഥാൻ പ്രകോപന പ്രവർത്തനങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നാവ് ഇറങ്ങിപ്പോകുന്നു. സ്പീക്കർക്ക് പുറംതിരിഞ്ഞു നിന്നുള്ള പ്രസംഗമാണ് രാഹുൽ നടത്തിയത്. ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടായതെന്നും മുരളീധരൻ പറഞ്ഞു.